ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജൽമഹലാണ്. നമ്മൾ ജയ്പൂർ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഈവനിങ്ങിൽ ഒരു 3:30 ആയപ്പോൾ നമ്മളുടെ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ജൽമഹൽ. 7 ആപ്പിൾ എന്ന് പറയുന്ന ഹോട്ടലിലാണല്ലോ നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ്, ജൽമഹലിൻ്റെ ഓപ്പോസിറ്റ് കുറേ രാജസ്ഥാനി നമ്മളുടെ ഇതേ ഓർണമെൻറ്റ്സൊക്കെ, ഒരുപാട് ഓർണമെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. രാജസ്ഥാനി ഓർണമെൻറ്റ്സ് 50 രൂപ, 100 രൂപ, 200 രൂപ, 300 രൂപ, അങ്ങനെ ഒരുപാട് നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇടുന്നത് സിമ്പിൾ ഓർണമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സിമ്പിൾ ഓർണമെൻറ്റ്സ് മേടിച്ചായിരുന്നു. പിന്നെ ജൽമഹലിൻ്റെ അവിടെ ഒരുപാട് പേര് നമ്മുടെ ഈവനിങ് വാക്കിനൊക്കെ വന്നിട്ടുണ്ട്. ഈവനിങ് വാക്കിനും പിന്നെ അതുകൂടാതെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ട്, കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3:30 ആയപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ എടുത്ത ഫോട്ടോയാണ്. അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് നമ്മളുടെ ഫോണൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പൗച്ചൊക്കെ മേടിച്ചായിരുന്നു. ഈ ജൽമഹലിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേക്ക് മാൻസാഗർ എന്ന് പറയുന്ന ലേക്കാണ് ജയ്പൂരിലുള്ള. ഈ ലേക്കിലാണ് ഈ ജൽമഹൽ എന്ന് പറയുന്ന ബിൽഡിംഗ് ഉള്ളത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 നിലയായിട്ടാണ് ഈ ബിൽഡിങ്. അതിൽ ഒരു നില നമ്മുടെ വെള്ളത്തിനടിയിലാണ്. അപ്പോൾ നല്ലോണം ജയ്പൂർ ഭയങ്കര ചൂടുള്ളപ്പോൾ രാജാക്കന്മാർ ഈ ബിൽഡിങ്ങിലാണ് വന്ന് താമസിച്ചിരുന്നതെന്ന് പറയുന്നു. പിന്നെ അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു വലിയ ഗാർഡനൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മഹലാണ്. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങോട്ട് ടൂറിസ്റ്റുകളൊക്കെ വന്ന്, ഇവിടെ ഇപ്പോൾ ഹോട്ടലാണ് ഇത്. നമുക്ക് ബോട്ട് വഴി വരാൻ പറ്റും ഈ ജൽമഹലിലോട്ട്. പക്ഷേ അത് ഓപ്പോസിറ്റാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ജൽമഹലിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്, അതുകൂടാതെ ക്യാമൽ റൈഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹോഴ്സ് റൈഡിങ്ങിന് മോനെ കയറ്റിയിരുന്നു. ക്യാമൽ റൈഡിങ്ങിന് കയറണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇളയാൾ ഭയങ്കര കരച്ചിലായിരുന്നു. ക്യാമൽ റൈഡിങ്ങിന് കയറുമ്പോൾ 2 പേരൊക്കെ ആയിട്ടാണ് കയറുന്നത്. പിള്ളേരെ അങ്ങനെ കയറ്റില്ല. അപ്പോൾ നമ്മൾ കയറിയില്ല ക്യാമൽ റൈഡിങ്ങിന്. ഹോഴ്സ് റൈഡിങ്ങിന് മോൻ കയറിയായിരുന്നു. അപ്പോൾ ഇത് നല്ല രസമാണ്. ആൾക്കാർക്കൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ജൽമഹലിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ നമ്മുടെ ഹോട്ടൽ 7 ആപ്പിൾ തൊട്ടരികത്തായതുകൊണ്ട് നമുക്ക് ഇവിടെ എപ്പോഴും വരാനും പിടിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മോർണിംഗ് വാക്കിനൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അംബർ ഫോർട്ടിലെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി. നൈറ്റ് വ്യൂവിൽ ലൈറ്റിൻ്റെ ഷോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും കുറച്ച് നേരത്തെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ജൽമഹലിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നമ്മുടെ ഹോട്ടലിൽ കൊണ്ട് സാധനങ്ങളൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് കണ്ടോ, ക്യാമലിൻ്റെ അരികത്തൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. ക്യാമൽ റൈഡൊക്കെ ചെയ്തില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ജൽമഹലിൻ്റെ അവിടെ നിന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമർ ഫോർട്ടിൻ്റെ അവിടെയുള്ള ലൈറ്റ് ഷോയ്ക്ക്, ഈവനിങ്ങിലുള്ള ലൈറ്റ് ഷോ നല്ല രസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 6:30 ആയപ്പോഴേക്കും അവിടെ എത്തി. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ കണ്ടതുപോലെ തന്നെ ഈ തടാകത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മുതലയൊക്കെ ഉണ്ടെന്നല്ല. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതുകൂടാതെ അവിടെ ഒരു ബ്രിഡ്ജ് പോലെയുണ്ട്. നല്ല രസമാണ് ആ ബ്രിഡ്ജ് കാണാൻ. അപ്പോൾ ആ ബ്രിഡ്ജ് ഇങ്ങനെ റോപ്പൊക്കെ ഇട്ട് നല്ലോണം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ബ്രിഡ്ജ് വഴി നമ്മളുടെ ആ ബിൽഡിങ്ങിലോട്ട് നമ്മൾ കയറി. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ മുകളിലായിട്ടാണ് നമ്മൾ ചെന്നതിന് ശേഷം നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് ലൈറ്റ് ഷോ കാണാം. പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡിങ്ങിൻ്റെ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ നമുക്ക് ആ രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോയിലൊന്നും കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പുറത്ത് നിന്ന് എടുത്ത വ്യൂ ആണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നാൽ അമർ ഫോർട്ട് കാണാൻ പറ്റില്ല. അമർ ഫോർട്ടിൻ്റെ ആ ഒരു നമ്മളുടെ ആ മല മാത്രം കാണാൻ പറ്റുള്ളൂ. പക്ഷേ അമർ ഫോർട്ടിൻ്റെ ഫുൾ വ്യൂ കാണണമെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ കയറണം. അല്ലെങ്കിൽ അപ്പുറത്തെ റോഡിൽ നിന്ന് നമ്മൾ ആ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്കാണ് വന്നത്. ഒരു 100 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഓട്ടോയ്ക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് വന്നു. ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അമർ ഫോർട്ടിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ബിൽഡിങ്ങുകളും പിന്നെ അതുകൂടാതെ ആ നമ്മളുടെ വാളൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറി. എൻട്രൻസ് ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളുടെ ലൈറ്റ് ഷോ കാണാൻ 250 രൂപയാണ്. അപ്പോൾ 250 രൂപ എടുത്ത് 3 ഷോ ആയിട്ടാണ് നടത്തുന്നത്. ഒരെണ്ണം ഹിന്ദിയാണ്, പിന്നെ ഒരെണ്ണം ഇംഗ്ലീഷ്, പിന്നെ ഒരു ഹിന്ദിയാണ്. അപ്പോൾ നമ്മളുടെ ഹിന്ദിയാണ് നമ്മളുടെ ഫസ്റ്റ് ഷോ. അപ്പോൾ നമ്മൾ 250 രൂപ. പിള്ളേർക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. ഞങ്ങൾ 2 പേർക്ക് മാത്രം ടിക്കറ്റ് എടുക്കേണ്ടി വന്നോളൂ. അപ്പോൾ 250 രൂപയ്ക്ക് നമ്മൾ 2 ടിക്കറ്റ് എടുത്തു.
എടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഒരുപാട് പേരുണ്ടായിരുന്നു. ആദ്യം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷോയിന് ടൈമായി തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർ ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാലാണ് നമ്മളുടെ ആ ഗാർഡനൊക്കെ ഉള്ളത്. നമ്മുടെ ജോധ അക്ബറിലെ നമ്മളുടെ ആ വീഡിയോ ഷൂട്ടൊക്കെ എടുത്ത ആ ഒരു ഗാർഡനൊക്കെ ഇല്ലേ ഇവിടെയുണ്ട്. അപ്പോൾ അമർ ഫോർട്ടിൻ്റെ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് ഇതിൻ്റെ ഷോയുടെ ഫുൾ അമർ ഫോർട്ടിൻ്റെ ചരിത്രം പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ നേരെ അറ്റാച്ച് ചെയ്ത് ഇടാവുന്ന ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ വീഡിയോ ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയായിരുന്നു ലൈറ്റിൽ ഭയങ്കര രസമായിരുന്നു നമ്മൾ ഫോട്ടോ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. 1 hour ആയിരുന്നു ലൈറ്റ് ഷോ. അപ്പോൾ 1 hour നല്ല രസമായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് റിട്ടേൺ നമ്മുടെ ഓട്ടോയിലോട്ട് കയറുകയാണ്. അപ്പോൾ ഓട്ടോയിൽ കയറി നമ്മൾ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഹോട്ടലിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇനി പോകാൻ പോകുന്ന സ്ഥലം അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലം എവിടെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം.
പറയാം. അപ്പോൾ ഈ നമ്മളുടെ ലൈറ്റ് ഷോയുടെ ഫുള്ള് അമർ ഫോർട്ടിൻ്റെ എക്സ്പ്ലനേഷനുള്ള വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.